നിസ്സാരമായി കാണുന്നതും എന്നാൽ വളരെ ഗൗരവമുള്ളതായ ഒരു കാര്യമാണ് എന്ന് ഞാൻ ഉണർത്തുന്നത്. മറ്റൊന്നുമല്ല, ഫൈൻ അടക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ഫൈൻ അടക്കുക എന്നുള്ളത് വ്യാപകമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ നിസ്സാരമായിട്ടാണ് അത് ചെയ്യുന്നത്. ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധരായ ആളുകളടക്കം ഇന്ന് ഫൈൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു LKG പോകുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ പോലും തലേ ദിവസം ക്ലാസ്സിൽ പോയില്ല എങ്കിൽ, അതല്ലെങ്കിൽ ക്ലാസ്സിലെത്താൻ അല്പം വൈകിയാൽ, ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ ഫൈൻ അടക്കുന്നത്. അത് ഒരു 5 രൂപ 10 രൂപയല്ലേ, അത് നിസ്സാരല്ലേ, അത് കൊടുക്കുന്നതിന് എന്താ എന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ. അതേ പ്രകാരം തന്നെ മുതിർന്ന ആളുകൾ, യുവാക്കളിൽ അവർ വാഹനമെടുത്ത് ഇറങ്ങുകയാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കാത്തതിൻ്റെ പേരിൽ, പുക പരിശോധിക്കാത്തതിൻ്റെ പേരിൽ, ഇങ്ങനെ പല വിധേനെ പലരും ഫൈൻ അടക്കുന്നുണ്ട്. അതിപ്പോൾ എന്താ, 1000 അല്ലേ 2000 അല്ലേ എന്ന് തള്ളിക്കളയുന്ന ആളുകളാണ്. അതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായിട്ടില്ല. അതേ പ്രകാരം തന്നെ സ്ത്രീകളിൽ, കുടുംബശ്രീയിലൊക്കെ പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കുടുംബശ്രീയിൽ പോയില്ല എങ്കിൽ അതിന് 10 രൂപ 20 രൂപ ഒക്കെ ഫൈന് വാങ്ങുന്നവരുണ്ട്. അതിപ്പോൾ എന്താ, ഒരു 10 റുപ്യല്ലേ, അത് ഒരാഴ്ച മുമ്പ് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് ഫൈൻ അടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ ഫൈൻ അടക്കുക എന്നുള്ളത് എത്ര ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇസ്ലാം ഒരിക്കലും ഫൈൻ അടക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഫൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അച്ചടക്ക നടപടിയാണ്. അച്ചടക്ക നടപടി നമുക്ക് ആവശ്യമാണ്. പക്ഷേ കാശ് നൽകിയിട്ടുള്ള അച്ചടക്ക നടപടിയെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അച്ചടക്ക നടപടി ഉണ്ടാകുമ്പോഴാണ് കാര്യങ്ങളെല്ലാം കോർവയിൽ പോകുന്നത്. അച്ചടക്ക നടപടി വേണ്ടി വരും. പക്ഷേ കാശ് കൊടുത്തിട്ടുള്ള അച്ചടക്ക നടപടി അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈൻ അടക്കേണ്ടി വരുന്നൊരു സാഹചര്യം നമ്മിൽ നിന്ന് ഉണ്ടാവരുത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അത്തരം ഫൈനുകളുള്ള സ്കൂളുകളിൽ മക്കളെ ചേർത്താതിരിക്കുക, ഫൈനുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലയിലൊന്നും നമ്മൾ ചെന്ന് പെടാതിരിക്കുക. പക്ഷേ ഇനി നിർവാഹമില്ലാതെ ചില സാഹചര്യങ്ങളിൽ വരും. ഒരു നിർവാഹമില്ല, അറിയാതെ ഒന്ന് ബൈക്കിൽ ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് മറന്നുപോയതാണ്, അതൊരു രക്ഷയില്ലല്ലോ. അങ്ങനെ അത് അടച്ചില്ല എങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടക്കുക തന്നെ, വേറെ നിർവാഹമില്ല. എന്നിരുന്നാൽ പക്ഷേ അത് അടക്കുമ്പോഴും അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് ഹറാമായി പഠിപ്പിക്കുന്നതാണ്. ഹാഷിദുൽ ബുജൈരിമിലും അതുപോലെ തന്നെ ഹാഷിദുൽ നിഹായിലൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഹറാമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത്യാവശ്യ ഘട്ടം, ലറൂറത്തിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇനിയൊരു നിർവാഹമല്ല, അത് അടച്ചിട്ടില്ല എങ്കിൽ കേസാകും, ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യത്തിലാണ് അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് പാടില്ലാത്ത കാര്യം. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ ഫൈന് വാങ്ങുന്നവരുണ്ടെങ്കിൽ അത് നിർത്തിവെക്കേണ്ടത് ഒരിക്കലും പാടില്ല. ഫൈന് വാങ്ങിയിട്ടുള്ള അച്ചടക്ക നടപടി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മേഖലയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. ഫൈന് മാക്സിമം അടക്കാതിരിക്കുക. അപ്പോൾ അത്തരം മേഖലയിൽ, ഫൈൻ അടക്കാൻ സാധ്യതയുള്ള മേഖലയിലേക്കും ചെന്ന് പെടാതിരിക്കുക. ഇനി ചില സാഹചര്യങ്ങൾ വരും, അപ്പോഴും എന്താക്കുക, ഫൈൻ അടക്കാതെയുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണുള്ളത് ആ രൂപത്തിൽ നമ്മൾ സഞ്ചരിക്കേണ്ടത്. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് എടുക്കാതെ യാത്ര ചെയ്യരുത്. ഫൈൻ അടക്കണം എന്നുള്ള ആ ഒരു പേടി കൊണ്ട് ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടേ നമ്മൾ യാത്ര ചെയ്യാൻ പാടുള്ളൂ. പുക പരിശോധന കൃത്യമായി നടത്തണം. ഇതെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫൈൻ അടക്കേണ്ടി വരില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെ കൃത്യമായി എല്ലാ നിയമങ്ങളും, ട്രാഫിക് റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഫൈൻ അടക്കാതിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇനി ജീവിതത്തിൽ കൊണ്ടു നടക്കുക. അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.